എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി തേൻ നിലാവിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ തേൻ നിലാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 3/4 കപ്പ് ഇഡ്ലി റൈസും 2 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഞാൻ നന്നായിട്ട് കഴുകി ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിപ്പോൾ നമുക്കിതൊന്ന് വെള്ളം കളഞ്ഞതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഡ്ലി റൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പച്ചരി ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം കളഞ്ഞതിന് ശേഷം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാൻ പോവാണ്. നല്ല തിക്ക് പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. വല്ലാതെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേൻ നിലാവ് ശരിയായി കിട്ടില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേൻ നിലാവിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ പഞ്ചസാര പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മുടെ പഞ്ചസാര വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അതവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് മാവൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നതിന് ശേഷം ചെറിയ ചെറിയ ബോൾസായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. ഒത്തിരി അങ്ങോട്ട് ഹാർഡായി പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് ഇരിക്കണം നമ്മുടെ ഈ ബോൾസ് കേട്ടോ. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇനി നമ്മുടെ ചൂടായി കിടക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഈ ഷുഗർ സിറപ്പിൽ ഇതേപോലെ അങ്ങ് ഇട്ട് വെച്ചേക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാവരും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളിത് റെഡിയാക്കുന്ന സമയത്ത് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇടുന്ന സമയത്ത് ഈ ഷുഗർ സിറപ്പിന് ചൂടുണ്ടായിരിക്കണം കേട്ടോ. എങ്കിലാണ് നമ്മുടെ ബോൾസിൻ്റെ ഉള്ളിലേക്കൊക്കെ ഷുഗർ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 10 മിനിറ്റ് റെഡിയാക്കിയതിന് ശേഷം നമ്മളിത് വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ തേൻ മിഠായി ഇവിടെ അല്ലെങ്കിൽ തേൻ നിലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് പുറത്തൊരു ചെറിയ ഷുഗർ കോട്ടിങ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേൻ നിലാവ് ഇതേപോലെ കുറച്ചിട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഇത് കുറേ നേരം ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി തേൻ നിലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്